വെല്ലുവിളിക്കുന്നു. എന്ത് കാര്യം ചെയ്തു ഈ 5 വർഷമായിട്ട് ഇവിടുത്തെ ധനകാര്യമന്ത്രി എന്ന് പറയണം. കഴിഞ്ഞ ദിവസമായിരുന്നു LDFനെ പോലും ഞെട്ടിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് CPMനെ ഞെട്ടിച്ചുകൊണ്ട് കോൺഗ്രസിലേക്ക് ഐഷ പോറ്റിയുടെ വരവുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കണ്ടിരുന്നു. അതിന് പിന്നാലെ വർഗവിരോധി എന്നൊരു പട്ടം ചാർത്തിക്കൊണ്ടായിരുന്നു CPM പിന്നീട് ഇവരെ ഓരോ വേദികളിലും പരാമർശിച്ചുകൊണ്ടിരുന്നത്. ഐഷ പോറ്റി യഥാർത്ഥത്തിൽ 30 വർഷത്തെ തന്റെ കമ്മ്യൂണിസ്റ്റ് ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് എന്തുകൊണ്ട് കോൺഗ്രസിലേക്ക് ചേക്കേറി എന്നുള്ളതിന് കൃത്യമായ ഉത്തരം ഇപ്പോൾ നൽകി കഴിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ സർക്കാരിനെ, അല്ലെങ്കിൽ പ്രധാനമായും നമ്മുടെ ധനകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബജറ്റ് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ പോലും തുറന്ന് വെല്ലുവിളിച്ചിരിക്കുകയാണ് ഐഷ പോറ്റിയോട് ചെയ്തിരിക്കുന്നത്. സ്വന്തം മണ്ഡലത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തതിന് ശേഷം മതി ഈ പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ പുതിയ പദ്ധതികളും പുതിയ ബജറ്റും പുറത്തേക്ക് വിടുമ്പോൾ അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പുറത്തു പറയുമ്പോൾ അവർ പറഞ്ഞു വെക്കുന്നത്. അതിനപ്പുറത്തേക്ക് നമ്മൾ കണ്ടിരുന്നു, തെരഞ്ഞെടുപ്പിന് വെറും 2 മാസം മാത്രം ബാക്കി നിൽക്കെ ജനകീയ ബജറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ ബജറ്റ് അവതരിപ്പിക്കുന്നു. അതിൽ ജനങ്ങൾ മൂക്കുകുത്തി വീഴുമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി, ആ ഒരു പ്രതീക്ഷയോട് കൂടി ഒരു ബജറ്റ് അവതരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കൃത്യമായി ഇന്നിപ്പോൾ കോൺഗ്രസ് പാർട്ടി പണി തുടങ്ങി കഴിഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ പറഞ്ഞ ഐഷ പോറ്റിയുടെ പ്രസംഗം, കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിലിന്റെ പ്രസംഗം, കൃത്യമായി LDF മുന്നോട്ട് വെച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ അതിന്റെ എല്ലാം യഥാർത്ഥ വശം തുറന്ന് കാണിച്ചുകൊണ്ട് ഇതൊക്കെ വാഗ്ദാനങ്ങൾ മാത്രമാണ്, നിങ്ങൾ ഇനിയും ഇതിൽ വീഴരുത് എന്നൊരു സൂചന അല്ലെങ്കിൽ അങ്ങനെ ഒരു മുൻകരുതൽ ജനങ്ങൾക്ക് ഇപ്പോഴേ നൽകിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഐഷ പോറ്റിയുടെ വെല്ലുവിളി CPMന് ഇപ്പോൾ വലിയ രീതിയിൽ ഒരു തകർച്ച തന്നെ വഴിവെക്കാൻ സാധ്യതയില്ലേ? തീർച്ചയായും ഉണ്ട്. കാരണം ഒരു മിനി പ്രസംഗമായിട്ടാണ് എനിക്ക് ഐഷ പോറ്റിയോട് തോന്നിയിട്ടുള്ളത്. കാരണം ബാക്കിയുള്ള യോഗങ്ങളിൽ ഞാൻ ബാക്കി വന്ന് പറയാമെന്ന് ആണ് തുടക്കത്തിൽ തന്നെ ഐഷ പോറ്റി പറയുന്നത്. അഡ്രസ് ചെയ്ത് സംസാരിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. KN ബാലഗോപാലിനെ ഡയറക്റ്റ് വെല്ലുവിളിക്കുകയാണ് ഐഷ പോറ്റി ചെയ്യുന്നത്. താൻ 5 വർഷം എന്താണ് തന്റെ മണ്ഡലത്തിൽ കൊണ്ടുവന്നത്? ഒരു ധനകാര്യമന്ത്രിയല്ലേ, അപ്പൊ പൊതുവെ ബാക്കി കേരളത്തിന്റെ മൊത്തം ബഡ്ജറ്റ് ചെയ്യുന്ന സമയത്ത് സ്വന്തം മണ്ഡലങ്ങളിലെങ്കിലും എന്തെങ്കിലും കൊണ്ടുവരുമല്ലോ. താൻ 5 വർഷം എന്താണ് കൊണ്ടുവന്നിട്ടുള്ളതെന്നൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു. കാരണം ഐഷ പോറ്റിയുടെ ആ ഒരു രീതി നമുക്കറിയാം. ഐഷ പോറ്റി നിന്ന മണ്ഡലത്തിൽ കൃത്യമായിട്ടുള്ള വികസനങ്ങൾ കൊണ്ടുവന്നിരുന്ന ആളായിരുന്നു ഐഷ പോറ്റി എന്ന് പറയുന്നത്. അതിപ്പോ സർക്കാരിനോട് കലഹിച്ചാണെങ്കിലും സ്നേഹത്തോടെയാണെങ്കിലും തന്റെ മണ്ഡലം വികസനം ഉണ്ടാകണമെന്ന് ഉറച്ച ഒരു തീരുമാനമുള്ള ആളായിരുന്നു ഐഷ പോറ്റി. അപ്പൊ ആ ഐഷ പോറ്റിക്ക് ചോദ്യം ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല എന്നുള്ളതാണ്. പിന്നെ പലപ്പോഴും നമ്മൾ കണ്ട ഒരു കാര്യമാണല്ലോ, ആരെങ്കിലും കല്ല് വെച്ച് പോയ സ്ഥലത്ത് കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് ഇത് ഞങ്ങളുടേതാണ്, അല്ലെങ്കിൽ ആരെങ്കിലും തുടങ്ങി വെച്ച് അല്ലെങ്കിൽ വർഷങ്ങളോളം മീറ്റിംഗ് ഒക്കെ കൂടി അവരെന്ന് വെച്ചാൽ എന്റെ പ്രോജക്റ്റ് ആയിരിക്കും, അടുത്ത ഭരണം കൈമാറിപ്പോയിട്ട് അതേ പ്രോജക്റ്റ് തന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഇത് എന്റെ സ്വന്തം കുഞ്ഞാണ്, കാരണം ആ കുഞ്ഞിന്റെ യഥാർത്ഥ ഉടമ വേറെ ആരെങ്കിലും അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയായിരുന്നു പലപ്പോഴും. അത് തന്നെയാണ് ഐഷ പോറ്റി ഇപ്പോഴും അഡ്രസ് ചെയ്ത് കാണിച്ചുകൊണ്ടിരുന്നത്. സുധാകരന്റെ കാലത്ത് ഉണ്ടായ ഒരു പുരോഗമനം അല്ലെങ്കിൽ ഒരു പുതിയ പദ്ധതിയായിരുന്നു അത്. അതുകൊണ്ട് നടന്നിട്ട് ഞങ്ങളുടേതാണെന്ന് പറയുന്നു. ഉമ്മൻചാണ്ടിയുടെയും അബ്ദുറബിന്റെയും കാലത്ത് കൊണ്ടുവന്ന ഒരുപാട് പദ്ധതികൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ ഒരുപാട് പുതിയ പദ്ധതികൾ കൊണ്ടുവന്നിട്ട് യാതൊരു ഉപയോഗവുമില്ലാതെ ഇരട്ടി ചെലവും കടവുമാക്കുന്ന രീതിയാണ് സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. യാതൊരുവിധ ബുദ്ധിയോ ബോധമോ അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ധാരണയില്ലാത്ത സർക്കാർ. അപ്പോൾ ഒരു കമ്പാരിസൺ ആണ് ഐഷ പോറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഈ പറയുന്ന ഓരോ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തും നമ്മൾ മുൻകാല ഭരണം ഉണ്ടായിരുന്ന സർക്കാരിനെയും അതേപോലെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെയും തമ്മിൽ ഒരു താരതമ്യം ചെയ്യാറുണ്ട്. അത് വളരെ മനോഹരമായി ഈ പറയുന്ന സർക്കാർ അൾട്ടർ ഫ്ലോപ്പ് ആണെന്ന രീതിയിലാണ് ഐഷ പോറ്റിയുടെ ഒരു പ്രസംഗത്തിലൂടെ നമുക്ക് മനസ്സിലാവാൻ. തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും പ്രസംഗത്തിലൂടെ ഇപ്പോൾ വലിയ പണിയൊന്നും യഥാർത്ഥത്തിൽ കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അവർക്ക് വിജയിക്കാനുള്ളതെല്ലാം LDF ഇപ്പോൾ തന്നെ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. എന്ത് ചെയ്താലും അത് അവസാനം UDFന് ഒരു അനുകൂലമാകുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ചർച്ചയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രസംഗത്തിലൂടെ തങ്ങളുടെ വാക്കുകളിലൂടെ ജനങ്ങളുടെ മനസ്സിൽ ഉറങ്ങിക്കിടന്ന അല്ലെങ്കിൽ മറവിയിലേക്ക് തള്ളിവിട്ട പല പ്രശ്നങ്ങളെയും വീണ്ടും അഡ്രസ് ചെയ്ത് വീണ്ടും ചോദിച്ചുകൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഐഷ പോറ്റി ഉൾപ്പെടെ ചെയ്തിരിക്കുന്നത്. പ്രതിപക്ഷത്തിരിക്കുന്ന ആൾക്കാരെ നമുക്ക് ഇപ്പോ ഒരു പ്രസംഗം നടത്തുകയാണ് അല്ലെങ്കിൽ ജനങ്ങളെ അഡ്രസ് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ അത് പ്രതിപക്ഷമാണ്, ഓപ്പോസിഷൻ ആണ്. കാരണം അവർക്ക് അങ്ങനെ പറഞ്ഞേ പറ്റുള്ളൂ എന്ന രീതിയിൽ നമുക്ക് അങ്ങനെ ജനങ്ങൾക്ക് എടുക്കാൻ പറ്റും. പക്ഷേ ഭരണപക്ഷത്തിരുന്നിരുന്ന അല്ലെങ്കിൽ അവരുടെ ചെയ്തികൾ കൊണ്ട് പുറത്തേക്ക് വന്ന ഓപ്പോസിറ്റ് പാർട്ടിയിലേക്ക് പോയ ആൾക്കാർ ഒരു പ്രസംഗം നടത്തുന്ന സമയത്ത് അതിനൊരു വാല്യൂഡ് ആയിട്ട് കുറെ കാര്യങ്ങൾ വരും. കാരണം അവർ അതിന്റെ അകത്തിരുന്നതാണ്.
ഇത്ര വർഷം ഇപ്പൊ 30 വർഷം അതെ, ഐഷ പി. പോറ്റി വി. അവിടെ അൻവർ, ആയിരുന്നെന്ന് അതെ. പറഞ്ഞില്ലേ. അപ്പൊ 30 വർഷം അവർക്ക് ആ പാർട്ടിക്കകത്തിൽ എന്താണ് നടന്നതെന്ന് അറിയാം. ഇവർ ഒരുപാട് കാര്യം അഡ്രസ് ചെയ്ത് പറയുന്നുണ്ട്. ഒരുപാട് പദ്ധതികളെ പറ്റി പറയുമ്പോൾ സർക്കാരിന് അതിനൊന്നും താല്പര്യമില്ല. അതേപോലെ തന്നെ അങ്ങോട്ട് പൈസ കിട്ടുന്ന അല്ലെങ്കിൽ വൻ കടം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രമേ അവർക്ക് അറിയുള്ളൂ. ഇവിടെ അതെ, ഈ പറയുന്ന കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പി. വി. അൻവർ ഇത്തരത്തിൽ ഒരു ബോംബ് പൊട്ടിച്ച സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. അത് ഗുണം കൃത്യമായി UDF ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസിനകത്തേക്ക് അല്ലെങ്കിൽ UDF മുന്നണിയിലേക്ക് വന്നില്ലേ എന്നുള്ളതിനേക്കാൾ ഉപരി CPM-നകത്ത് നിൽക്കുന്നവരോ CPM-ന് പുറത്തേക്ക് വന്നവരോ അവർ എന്താണ് യഥാർത്ഥത്തിൽ CPM അല്ലെങ്കിൽ CPM പാർട്ടിക്കകത്ത് ഇന്ന് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായി അഡ്രസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതീക്ഷിക്കുന്നതിലും വലിയൊരു തോൽവി സമ്മാനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും ഇത് തന്നെയായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ പലതും ചെയ്യുന്നുണ്ട്, പല PR വർക്കുകളിലൂടെയും. ഉമ്മൻചാണ്ടിയുടെ കാലത്തൊക്കെ കൊണ്ടുവന്ന പല പദ്ധതികളും അത് വേണ്ടെന്ന് പറഞ്ഞ് സമരം ചെയ്തിരുന്ന പല ആളുകളും പിന്നീട് അല്ലെങ്കിൽ ഈ പറയുന്ന സംസ്ഥാന സർക്കാർ ഇന്ന് സർക്കാരിലിരിക്കുന്ന പലരും, പല മന്ത്രിമാരാണെങ്കിലും ശരി, അതല്ല പല പ്രവർത്തകരാണെങ്കിലും ശരി, അന്ന് വേണ്ടെന്ന് പറഞ്ഞ പല പദ്ധതികളെയും ഇന്ന് അതിന് ചുക്കാൻ പിടിച്ച് മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് അതിനെ എല്ലാം അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ എല്ലാത്തിന്റെയും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിഴിഞ്ഞം പദ്ധതി നമ്മൾ കണ്ടിരുന്നു. അതൊക്കെ തങ്ങളുടേതാണ് എന്ന് പറഞ്ഞു വെക്കാൻ കുറച്ചെങ്കിലും മനസാക്ഷി അല്ലെങ്കിൽ കുറച്ചെങ്കിലും ആത്മബോധമുണ്ടെങ്കിൽ ജനങ്ങൾക്കറിയാം എന്നുള്ളത് അവർക്കറിയാം. എന്നാൽ പോലും നുണ പറഞ്ഞ് അത് സ്വന്തമാണ് അല്ലെങ്കിൽ നമ്മുടെ പദ്ധതി മാത്രമാണെന്ന രീതിയിൽ പ്രചരിപ്പിക്കുമ്പോഴാണ് ഒരു പ്രശ്നം. തീർച്ചയായിട്ടും. പക്ഷെ അവർ ആ പദ്ധതി തുടർന്നു പോയത് നന്നായി തന്നെയാണ് എനിക്കും പറയാം. അല്ലെങ്കിൽ എന്ത് പദ്ധതികളാണെങ്കിലും ഇപ്പൊ ഉമ്മൻചാണ്ടി സർക്കാർ തുടങ്ങി വെച്ച ഒരു പദ്ധതി അത് അടുത്ത സർക്കാർ വരുമ്പോഴത്തേക്കും അതങ്ങ് അടച്ചു പോയത് അല്ലെങ്കിൽ കളയാതെ തുടർന്നു പോയി എന്നുള്ളത് നല്ലൊരു കാര്യം. കണ്ടിന്യൂ ചെയ്തു. കാരണം ഒരുപാട് ഇപ്പോ ഈ പറയുന്ന വിഴിഞ്ഞമാണെങ്കിലും വിഴിഞ്ഞത്തിന് ഒരു ചരിത്രം എടുക്കുകയാണെങ്കിൽ തന്നെ ഉമ്മൻചാണ്ടി സർക്കാരിനെക്കാട്ടി മുൻപേ ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് പല സർക്കാർ ഇങ്ങനെ സംസാരിച്ചു പോയി, അല്ലെങ്കിൽ ബില്ലുകൾ പാസ്സായില്ല, അല്ലെങ്കിൽ അങ്ങനെ പ്രതിരോധത്തിലായി. ഉമ്മൻചാണ്ടി സർക്കാർ വന്നപ്പോൾ കുറെ കൂടെ ആവേശത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ ഒരുപാട് കഷ്ടപ്പാട് പല സർക്കാരും അല്ലെങ്കിൽ ഈ പറയുന്ന VS ഇരിക്കുന്ന സമയത്ത് പോലും ഈ പറയുന്ന പദ്ധതി വന്നിട്ടുണ്ടായിരുന്നു. അന്നും തഴഞ്ഞു. അതിനുശേഷം ഉമ്മൻചാണ്ടി വന്നപ്പോൾ വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നു. അപ്പൊ അങ്ങനെ ഒരു കഷ്ടപ്പാടുണ്ട് ഈ ഒരു വിഴിഞ്ഞം പദ്ധതിക്ക്. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഞങ്ങളുടെയാണെന്ന് പറഞ്ഞ് അവകാശവാദം ഉന്നയിക്കുമ്പോഴാണ് ഇവിടെ സ്വന്തമായി എന്തെങ്കിലും ഒരു പദ്ധതി കൊണ്ടുവരികയാണെങ്കിൽ അത് അൾട്ടർ ഫ്ലോപ്പ് ആയിരിക്കും. അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഖജനാവില് ഒരു രൂപ ഇല്ലാഞ്ഞിട്ട് കോടിക്കണക്കിന് രൂപയുടെ പദ്ധതിയുമായി വരും. അതാണ് ഐഷ പോറ്റി ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പദ്ധതികളുമായി വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എന്താണ് കൊണ്ടുവരുന്നത്? അല്ലെങ്കിൽ തന്റെ മണ്ഡലത്തിൽ തനിക്ക് എന്തെങ്കിലും ചെയ്തൂടെ? എന്നിട്ട് പോരെ ബാക്കി മണ്ഡലങ്ങളിലെ വികസന പട്ടികയുമായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടെന്നുള്ള ഒരു പോർവിളിയാണ് ഐഷ പോറ്റി നടത്തുക പറയുന്നത്. അത് ഉറപ്പായിട്ടും ഒരു ഇനിയിപ്പോ ഇതിനെ പ്രതിരോധിക്കാൻ CPM പോകുന്നത് നമുക്ക് പലപ്പോഴും അവരുടെ ഒരു പാറ്റേൺ ഉണ്ട്. ഐഷ പോറ്റിക്ക് അവർക്ക് കുറച്ച് ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ പാർട്ടിയുടെ തീരുമാനങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുള്ളൂ. പാർട്ടിയോടൊപ്പം നിൽക്കാത്ത ആൾക്കാരും പാർട്ടിയുടെ സ്വത്തല്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്. അവർക്ക് CPM-ൽ കുറേയധികം സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അത് കിട്ടുന്നില്ല എന്ന സാഹചര്യം വന്നപ്പോൾ ഐഷ പോറ്റി തങ്ങളെ വഞ്ചിച്ചുകൊണ്ട് UDF-ലേക്ക് കടന്നുപോയതാണ്. അപ്പൊ അവർ പറയുന്നതിൽ പ്രത്യേകിച്ച് ന്യായമൊന്നുമില്ല. ഇതായിരിക്കാം അടുത്ത ഒരു CPM-ന്റെ പ്രതിരോധമായിട്ട് വരുന്നത്. പാർട്ടി എന്താണ് ചെയ്യുന്നത്, സർക്കാർ എന്താണ് ജനങ്ങൾക്ക് ചെയ്യുന്നത് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾ എപ്പോഴും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വ്യാജ പ്രചരണങ്ങളൊന്നും ഞങ്ങളെ ഏൽക്കാൻ പോകുന്നില്ല. ഞങ്ങളുടെ PR-കളൊക്കെ ശക്തമായി നടക്കുന്നത് കൊണ്ട് തന്നെ പറ്റുമെങ്കിൽ ഒരിക്കൽ കൂടെ കിറ്റ് കൊടുക്കുകയോ അരി കൊടുക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ ഞങ്ങൾ പെൻഷൻ കൂട്ടിയിട്ടുണ്ട്, അത്തരത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഭരണത്തിലേക്ക് എത്തും. ഇതായിരിക്കും ഐഷ പോറ്റിയുടെ പ്രസംഗത്തെ CPM പ്രതിരോധിക്കാൻ പോകുന്നത്. കാരണം VD സതീശന്റെ അത്ര പ്രതിരോധിക്കേണ്ട ആവശ്യം ഇവർക്കില്ല. കാരണം പുള്ളിയെ നിർത്താൻ നോക്കിക്കഴിഞ്ഞാൽ ഇനി വീണ്ടും പ്രസംഗിച്ചുകൊണ്ടിരിക്കും. പക്ഷെ താവളത്തിൽ നിന്നും പോയിട്ട് ഒരാൾ പ്രസംഗിക്കുമ്പോൾ അൻവറിന്റെ ആ ഒരു പ്രസംഗം ഓളം ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ, അതേപോലെ പിന്നെ പ്രത്യേകിച്ച് മണ്ഡലത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുള്ള ഒരാളെന്ന രീതിയിൽ ഐഷ പോറ്റി പ്രസംഗിക്കുമ്പോൾ അത് അത്യാവശ്യം ഈ പറയുന്ന പത്തനംതിട്ടയിൽ പത്തനാപുരത്തെങ്കിലും കേൾക്കാൻ ആൾക്കാരുണ്ട്. കാരണം അവിടുത്തെ ജനങ്ങൾക്കറിയാം ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവർ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അല്ലെങ്കിൽ എന്തൊക്കെ മോശം സാഹചര്യങ്ങൾ കടന്നു പോയിട്ടാണ് CPM നിന്ന് വിട്ടുപോയെന്നുള്ള ആ ഒരു രീതി അവർക്കറിയാം. അപ്പൊ ഐഷ പോറ്റിയുടെ പ്രസംഗം എന്തായാലും CPM-നെ മുട്ടിടിക്കും എന്നുള്ള ഒരു കാര്യം ഉറപ്പാണ്. പിന്നെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, അടുത്ത യോഗങ്ങളിൽ ഞാൻ വീണ്ടും പറയാം ബാക്കി കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ ആകെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അവർ പങ്കുവെച്ചിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങൾ 1 by 1 ആയിട്ട് ഇലക്ഷൻ സമയത്ത് ഓരോ ബോംബ് പൊട്ടിക്കുന്ന രീതിയിലായിരിക്കും ഐഷ പോറ്റി പൊട്ടിക്കാൻ പോകുന്നത്. അതൊക്കെ കൃത്യമായിട്ട് ഈ പറയുന്ന രീതിയിൽ നമ്മുടെ സർക്കാരിന്റെ നെഞ്ചത്തോട്ട് തന്നെയായിരിക്കും. എല്ലാം ഏറ്റുവാങ്ങാനായിട്ട് പിണറായി വിജയൻ സഖാവിന്റെ ജീവിതം ഇനിയും ബാക്കിയാവുന്നല്ലോ എന്നൊരു രീതിയിൽ എല്ലാം എന്റെ നെഞ്ചത്തോട്ടാണ്. ഇപ്പോൾ KN ബാലഗോപാലിനെയാണ് മെയിൻ ഫോക്കസ് ആക്കിയിട്ടുള്ളത്. എല്ലാവരെയും ഫോക്കസ് ആക്കി ഇവർ പറയുന്നുള്ളത് തന്നെയാണ് നമുക്ക് ആ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്.